ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 മാർച്ച് മാസഫലം കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പുണർത നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം എങ്ങനെയാകും. ആദ്യം നമുക്ക് ഈ കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ വേഗത്തിൽ രാശി മാറുന്ന ഗ്രഹമാണ്. സൂര്യനാണെങ്കിൽ മാർച്ച് 14 അഷ്ടമത്തിൽ നിന്നും 9 രാശി മാറുന്നു. ചൊവ്വാഗ്രഹം 12 സ്ഥിതി തുടരുന്ന സമയമാണ്. ബുധനാണെങ്കിൽ 9 മാർച്ച് 15 മുതൽ ആ ബുധൻ 9 വക്രഗതിയിലാകുന്നു. ഗുരുവാണെങ്കിൽ 11 സ്ഥിതി തുടരുന്നു. ശുക്രനാണെങ്കിൽ 9 സ്ഥിതിയുണ്ട്, ഉച്ചസ്ഥിതിയാണ്. ആ ശുക്രൻ മാർച്ച് 2 മുതൽ വക്രഗതിയിലാകുന്നു. ശനിയാണെങ്കിൽ അഷ്ടമ ഭാവാധിപനായിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. മാർച്ച് 29 ആ ശനി 9 രാശി മാറുന്നു. രാഹു 9 കേതു 3 സ്ഥിതി തുടരുന്നു. മാർച്ച് മാസത്തിൽ പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ മാർച്ച് മാസത്തിൽ ഗ്രഹസ്ഥിതി അനുസരിച്ച് കർക്കിടക കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയിൽ ഗ്രഹങ്ങളില്ല. അഷ്ടമത്തിൽ ആദ്യ പകുതി സൂര്യനുണ്ട്. ശനി അഷ്ടമ ഭാവാധിപനായിട്ട് അഷ്ടമത്തിലുണ്ട്. 12 ചൊവ്വ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ചൊവ്വ 6 ദൃഷ്ടിയും ചെയ്യുന്നു. അപ്പോൾ പൊതുവെ നമുക്ക് ഈ യാത്രകളിലൊക്കെ ഒരു കെയർ വേണം. ഡ്രൈവ് ചെയ്ത് പോകുന്നവർക്കും കെയർ വേണം. ആദ്യ പകുതി ചിലർക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ ലോവർ അബ്ഡമനിൽ ചെറിയ ക്ലേശങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ചിലർക്കൊക്കെ ആണെങ്കിൽ ഈ ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, അതുപോലെ ചിലർക്ക് ദന്ത സംബന്ധമായിട്ടോ നയന സംബന്ധമായിട്ടോ ചെറിയ ക്ലേശങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കണം. ഇപ്പോൾ രാശ്യാധിപനായിട്ടുള്ള ചന്ദ്രൻ ഗ്രഹണത്തിന് വിധേയമാകുന്നുണ്ട്. അപ്പോൾ പൊതുവെ മാനസികമായിട്ട് ഒരു പിരിമുറുക്കം, ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാവുന്ന മാസമായിട്ടും കൂടെ നമ്മൾ ഈ മാർച്ച് മാസത്തെ കാണുന്നു. ഇനി ഈ കുറുകാരുടെ തൊഴിൽ സാഹചര്യങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. കർമ്മഭാവാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ 12 സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ ആ 12 നിൽക്കുന്ന ചൊവ്വ വക്രത്തിലായിരുന്നു, ഇപ്പം നേർ സഞ്ചാരത്തിലാണ്. ഇപ്പം കർമ്മസ്ഥാനത്ത് ശനിയുടെയൊക്കെ നീചദൃഷ്ടിയുണ്ട്. ഇപ്പം തൊഴിലിടത്ത് ഒരു സുഖക്കുറവ് ഉണ്ടാകും. ചിലർക്ക് തൊഴിൽ മാറ്റത്തിന് സാധ്യതയുണ്ട്. ചിലർക്ക് ദൂരസ്ഥലത്തേക്ക് തൊഴിൽ മാറുന്നതിനും അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂര സ്ഥലത്തേക്ക് യാത്രകളൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അപ്പോൾ അതേപോലെ ഈ സർക്കാർ സർവീസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കല്പം കെയർ വേണം. പ്രത്യേകിച്ച് ആദ്യത്തെ 2 വാരമൊക്കെ ആ സൂര്യനും ശനിയും ഒക്കെ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് അല്പം കെയർ വേണം. തൊഴിലിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഭിന്നത, മേലുദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫയലിലൊക്കെ ഒരു തീരുമാനം എടുക്കുമ്പോഴൊക്കെ വളരെ കെയർ വേണ്ടുന്ന സമയമാണ്. ചിലപ്പോൾ ആ തീരുമാനത്തിന്മേൽ എന്തെങ്കിലും എതിർപ്പുകൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്ക് ഈ പ്രൊമോഷനൊക്കെ തന്നെ ഒരു തടസ്സം, എന്തെങ്കിലും പ്രയാസങ്ങൾ ചിലപ്പോൾ ആദ്യ 2 വാരത്തിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം പുതിയ പൊസിഷൻ, പുതിയ ഉത്തരവാദിത്വങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ കൈവശമൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. എങ്കിലും സൂര്യഗ്രഹണത്തിൻ്റെ ഒരു മാസം ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അവസാനത്തെ 2 വാരമൊക്കെ ഒരു കെയർ വേണം. തൊഴിലിൽ പൊതുവെ ഒരു ടെൻഷൻ,
ചില കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു മാനസിക സാഹചര്യം ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇവയൊക്കെ മനസ്സിലാക്കിയുള്ള ഇത് വേണം. തൊഴിൽ അന്വേഷകർക്കും ചില പ്രയാസങ്ങളൊക്കെ ആദ്യത്തെ 2 വാരമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം. പ്രത്യേകിച്ച് ഗ്രഹണ സമയമൊക്കെ ആയതുകൊണ്ട് നമ്മളുടെ ആ അധ്വാനത്തിന് അനുസരിച്ചുള്ള ഒരു ഈൽഡ്, ഒരു ഫലം നമുക്ക് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. മാർച്ച് മാസമൊക്കെ കഴിയുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഒരു സാഹചര്യം വരും. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ 8ൽ നിൽക്കുകയാണ്. 8ാം ഭാവാധിപനുമാണ് ശനി 28 വരെ. മാർച്ച് 29-ന് ആ ശനി 9ലേക്ക് രാശി മാറുന്നു. അതേസമയം 7ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്, ചൊവ്വയുടെ ദൃഷ്ടിയും 7ലുണ്ട്. അപ്പോൾ അതൊക്കെ ബിസിനസ്സിൽ ചിലപ്പോൾ ഊർജ്ജസ്വലതയൊക്കെ കൂട്ടാം, ഉത്സാഹമൊക്കെ ഉണ്ടാക്കാം. എങ്കിലും നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മുടെ പ്രോമിസ്, നമ്മുടെ വാഗ്ദാനങ്ങൾ അവയൊക്കെ നിറവേറ്റുന്നതിൽ അതുപോലെ പുതിയ കരാർ കിട്ടുന്നതിനൊക്കെ ഒരു ചെറിയ ഡിലേ അവിടെ കാണുന്നുണ്ട്. ബിസിനസ് എക്സ്പാൻഷന് വലിയ തോതിൽ പണം മുടക്കുന്നതിന് അനുകൂല സമയമല്ല. അതുപോലെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി 29-ന് ഭാഗ്യസ്ഥാനത്തേക്ക് മാറുകയാണ്. അപ്പോൾ ബിസിനസ്സിലെ ആ മെല്ലപ്പോക്കൊക്കെ ക്രമേണ മാറും. പ്രത്യേകിച്ച് ആ ഗ്രഹണമൊക്കെ കഴിയുമ്പോൾ അതിൽ ഒരു മാറ്റമുണ്ടാകും. അതൊക്കെ ബിസിനസ്, പ്രത്യേകിച്ച് പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്നവർക്കൊക്കെ ഈ 29 കഴിയുമ്പോൾ ഒരു അനുകൂല സാഹചര്യമൊക്കെ വരും. എങ്കിലും നമ്മൾ സൂര്യഗ്രഹണത്തിൻ്റെയൊക്കെ സമയമാണ് ഈ 29, അതുപോലെ ഈ മാർച്ച് 14 ചന്ദ്രഗ്രഹണത്തിൻ്റെയൊക്കെ സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ ഗ്രഹണ വാരമൊക്കെ കഴിയുമ്പോഴായിരിക്കും അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ബിസിനസ്സിൽ ഉണ്ടാകുന്നത്. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിന് അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ഉന്നത പഠനമൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അവർക്ക് ആഗ്രഹിക്കുന്നത് പോലെയുള്ള അഡ്മിഷനൊക്കെ സാധ്യമാകും. വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. അപ്പോൾ ചിലപ്പോൾ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ, അവർക്ക് ലോണിനൊക്കെ അപേക്ഷിക്കുകയാണെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അതൊക്കെ സാധ്യമാകും. പരീക്ഷകളിലൊക്കെ പൊതുവെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. എങ്കിലും അവസാന 2 വാരം അല്പം കെയർ വേണം. പ്രത്യേകിച്ച് നമ്മൾ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഒക്കെ നടക്കുന്ന മാസമാണ്. 15 മുതൽ മാത്രമല്ല ബുധന് വക്രസ്ഥിതിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പഠനത്തിൽ ഒരു ഡൈവേർഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു മെല്ലപ്പോക്കിനൊക്കെ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കുക. ഇനി ഈ കൂറുകാരുടെ ധനസ്ഥിതി നോക്കുമ്പോൾ 11ാം ഭാവാധിപൻ ശുക്രൻ 9ലാണ്. എങ്കിലും മാർച്ച് 2 മുതൽ ആ ശുക്രൻ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അതുപോലെ 11ല് ഗുരു ഉണ്ട്, ഭാഗ്യഭാവാധിപനാണ്. ആ ഗുരുവും ശുക്രനുമൊക്കെ പരിവർത്തന യോഗമൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ധനഭാവാധിപൻ സൂര്യൻ 8, 9 രാശികളിൽ സഞ്ചരിക്കുന്നുണ്ട്. ആദ്യത്തെ 2 വാരം അഷ്ടമത്തിലാണ് ആ സൂര്യൻ. അപ്പോൾ ഗ്രഹണമാസവുമാണ്. അപ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധം ആയിരിക്കണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക. സ്പെക്കുലേഷനിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ മണി ട്രാൻസാക്ഷനിലൊക്കെ കെയർ വേണം. പ്രത്യേകിച്ച് 2ാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ആദ്യത്തെ 2 വാരമൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് സോഴ്സിൽ നിന്ന് ചിലപ്പോൾ ധനനേട്ടം ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ വിവാഹം ആലോചനകൾ ഒക്കെ വരും. അതേസമയം അതിലെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. മാർച്ചൊക്കെ കഴിയുമ്പോൾ ആലോചനകൾ സ്മൂത്താകും. കമിതാക്കും അല്പം കെയർ വേണം. 5ാം ഭാവാധിപൻ 12ൽ നിൽക്കുന്ന സമയമാണ്. ശുക്രനാണെങ്കിൽ 2 മുതൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമ്മൾ
ഈ കമിതാക്കക്കടയിൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കിയൊക്കെ പോകാൻ അവർ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചിലർക്ക് ഈ പ്രണയ ചിന്തകൾ വിവാഹത്തിൽ എത്തിപ്പെടാനും സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. 5-ാം ഭാവാധിപൻ 5-ന്റെ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചെറിയ പ്രയാസങ്ങൾ ആ പ്രണയബന്ധത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി ദാമ്പത്യ ബന്ധത്തിൽ വരുമ്പോൾ ആദ്യത്തെ 2 വാരം എന്ന് പറയുന്നത് സൂര്യനും അതുപോലെ ശനിയുമായിട്ടുള്ള ഒരു യോഗം 8 ഉണ്ട്. അപ്പോൾ ദമ്പതിമാർക്ക്, പ്രത്യേകിച്ച് 7-ാം ഭാവാധിപനാണ് ആ ശനി. അപ്പോൾ ദമ്പതിമാർക്കിടയിൽ അല്പം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, തെറ്റിദ്ധാരണകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും 7-ല് കുജൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ്, 7-ല് ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ കഴിവതും ഈ കുജൻ്റെയൊക്കെ ദൃഷ്ടി 7-ല് വരിക എന്ന് പറയുമ്പോൾ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഈ ജീവിത പങ്കാളിയുടെ ഭാഗത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹാർദ്ദത്തിലൊക്കെ ഒരു കെയർ വേണം. ശുക്രൻ വക്രത്തിലാകയാൽ പൊതുവെ ഒരു സന്തോഷക്കുറവ് അനുഭവപ്പെടാം. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമാകും. വീട്, അതുപോലെ വാഹനങ്ങൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെപ്പറ്റിയുള്ള ചിന്തകളുണ്ടാകും, അതിനെപ്പറ്റിയുള്ളൊരു ശ്രമങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ 2-ാം ഭാവാധിപനായിട്ടുള്ള രവിക്ക് ആദ്യത്തെ 2 വാരം 8-ലാണ് സ്ഥിതി എന്നുള്ളത് കൊണ്ട്, അതുമാത്രമല്ല ആ 2-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യന് ഗ്രഹണവും കൂടെ വരുന്ന മാസവും കൂടെയാണ്. അതുപോലെ ശുക്രന് വക്രസ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീട് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഈ ഒക്കെ ഒരു ചെറിയ ഡിലേ, ഈ വീട് പണിയൊക്കെ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, അതിനുള്ള ശ്രമമൊക്കെ നടത്തുന്നവർക്ക് വർക്കിലൊക്കെ ഒരു വേഗത കുറവിനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ആ ശുക്രന് വക്രസ്ഥിതി വരുന്നു. മാർച്ച് 8, 9, 22, 23, 24, 27, 28 ഈ തീയതികൾ പൊതുവെ അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മംഗളകർമ്മങ്ങൾ ഒഴിവാക്കണം. പുത്തൻ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. പുത്തൻ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കഴിവതും ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഞാനിവിടെ പറഞ്ഞത് ഈ കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഫലമാണ്. ഈ കർക്കിടകക്കൂറിൽപ്പെടുന്ന എല്ലാവർക്കും കർക്കിടക ലഗ്നമാകില്ല എന്ന് മനസ്സിലാക്കുക. ചിലർക്ക് കർക്കിടക ലഗ്നമാകാം, മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം. ഇപ്പം കൂറുകാർക്ക് കർക്കിടക ലഗ്നമല്ല മറ്റു ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ മാർച്ച് മാസത്തിലെ ഒരു കൃത്യചിത്രം കിട്ടും. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനാണ്. അതുകൊണ്ട് ആ ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.